നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് ഇന്ന് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്. നമ്മുടെ മക്കൾ മയക്കുമരുന്നിന് അടിമകളാണെന്ന് അറിഞ്ഞാൽ, ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ, അത് തുറന്നു പറയണോ അതോ മറച്ചു വെക്കണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത്, നമ്മുടെ മക്കൾ മയക്കുമരുന്നിന് അടിമകളാണെന്ന് അറിഞ്ഞാൽ അത് വേണ്ടപ്പെട്ടവരുടെ അടുത്ത്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളവരുടെ അടുത്ത് അത് തുറന്നു പറഞ്ഞ് സഹായം അന്വേഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവരെ അതിൽ നിന്ന് വിടിവിക്കാൻ പറ്റത്തുള്ളൂ. ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ട ഒരു വാർത്തയുണ്ട്. ഒരച്ഛൻ സ്വന്തം മകൻ്റെ ലഹരി ഉപയോഗത്തെ പറ്റി പൊതുസമൂഹത്തോട്, കേരള സമൂഹത്തോട് തുറന്നു പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ മകനെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാനും അതുപോലെ തന്നെ ബാക്കി കുട്ടികളെയും അതിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞത്. അദ്ദേഹം കേരള സമൂഹത്തിനൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. സ്വന്തം മകനായാലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞ ആ മനസ്സിന് അതുപോലത്തെ ആൾക്കാർ കേരള സമൂഹത്തിൽ പൊതുവെ കാണാറില്ല. ഇത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് ആൾക്കാരുണ്ട് ഇതിൻ്റെ വിപരീതമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ. അവരുടെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നത് അറിഞ്ഞാൽ അത് മറച്ചു വെക്കുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. അത് അവരുടെ ശരിയാണ്. കാരണം അവർ ചിന്തിക്കുന്നത്, ഇത് പുറത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന അപമാനം, ഒറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം ഓർക്കുമ്പോഴത്തേക്കിന് ഇത് തുറന്നു പറയാൻ അവർക്ക് പറ്റാറില്ല. അത് സത്യവുമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സമൂഹത്തിലെ കുറച്ച് ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഒക്കെ അവരെ അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. കാരണം ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അവർക്ക് പക്വതയോ മാനസിക വളർച്ചയോ ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. അവർ ഇതിനി തുടർന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും അത് നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പഠിപ്പിക്കാനും പറ്റത്തില്ല. നമ്മുടെ യുവതലമുറ, അത് പണ്ടത്തെ കാലത്തെ യുവാക്കളായിരുന്നെങ്കിലും അന്ന് ലഭ്യമായിരുന്ന ലഹരി വസ്തുക്കൾ, മദ്യം പോലത്തെ, അതിലൊക്കെ ആകൃഷ്ടരായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് യുവതലമുറ. ഇപ്പോഴത്തെ യുവതലമുറയാണെങ്കിൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് കെമിക്കൽ അടങ്ങിയ മയക്കുമരുന്ന് ലഭ്യമാണ്. അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മയക്കുമരുന്നിന് അവർ അടിമപ്പെട്ടും ആകൃഷ്ടരായിട്ടും പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇത് അവരിലേക്ക് എങ്ങനെ എത്തുന്നു? കുട്ടികൾക്കത് വെറുതെ വഴി കിടന്ന് കിട്ടുന്നൊന്നും അല്ലല്ലോ. ഇത് ആര് അവരിലേക്ക് എത്തിക്കുന്നു? ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? പലപ്പോഴും പിടിക്കപ്പെടുന്നത് ഇടനിലക്കാരാണ്. അവരെ നമ്മൾ വാർത്തകളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ശരിക്കും ഇതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്കാർ, അതായത് ഇതിൻ്റെ മുതലാളിമാർ ആരാണ്? അവരെ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. അവരാരാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ, ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ തേജോവധം ചെയ്യാതെ അവരെ നമ്മൾ സഹായിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പിന്നെ പണ്ട് പ്രളയം വന്ന സമയത്ത് സ്വന്തം വീട്ടിൽ വെള്ളം കയറില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഇരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവസാനം വെള്ളം വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അവർക്ക് ഉണർവുണ്ടായത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ ഈ ഏരിയയിലും എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ലഹരിയുടെ ഒന്നും പ്രോബ്ലം ഉണ്ടാവത്തില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇത് ലഭ്യമാകും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരു 4 വയസ്സുകാരന് പോലും മയക്കുമരുന്ന് കിട്ടി എന്നുള്ളത്.
ഇതിൻ്റെ ആഴം ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, എത്രമാത്രം ഇത് നമ്മുടെ നാടിനെ പിടിമുറുക്കി കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും അമ്മമാർ, മുന്നോട്ടിറങ്ങി നമ്മുടെ മക്കളുടെ ലഹരി ഉപയോഗം തിരിച്ചറിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞ് അതിനുള്ള പരിഹാരം അന്വേഷിക്കണം. അതിലൂടെ നമുക്ക് നമ്മുടെ മക്കളെയും വേറെ കുറേ ആൾക്കാരെയും സഹായിക്കാൻ പറ്റും.